കേക്കച്ചനെ ഒതുക്കുവാൻ ചൂലല്ല ചൂണ്ടുവിരൽ ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കേക്കച്ചൻ എന്ന രാഷ്ട്രീയ അമേദ്യത്തെ ഒതുക്കണമെങ്കിൽ നമ്മൾ കുറ്റിച്ചൂലല്ല, നമ്മുടെ ചൂണ്ടുവിരലാണ് ഉപയോഗിക്കേണ്ടത്. ITV ന്യൂസ് റിയാക്ട് ഫോർ ലൈറ്റിലേക്ക് വിളിച്ച ആയിരക്കണക്കിന് ആളുകളോട് ഞങ്ങൾ പറയുന്ന കാര്യം ഇതാണ്: ചൂലല്ല ഈ അവസരത്തിൽ നമുക്ക് എടുക്കേണ്ടുന്നത്, ചൂണ്ടുവിരലാണ് ഉപയോഗിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കുവാൻ സകല പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കി, കൃത്രിമമായ തെളിവുകൾ തയ്യാറാക്കി മുട്ടിൽ മരമുറിക്കൊള്ളക്കന്മാർക്ക് നൽകി, അവരെ കൊണ്ടത് വാർത്തയായി നൽകി, തൊട്ടടുത്ത ദിവസം തന്നെ രാഹുലിനെതിരെ നടപടിയെടുത്ത് ശക്തനായ നിലപാടിന്റെ ഉടമയായി മാറുവാൻ ശ്രമിച്ച ഈ നാണം കെട്ടവനെ നിങ്ങൾ മറക്കരുത്. ഇവൻ ഒരു ശബ്ദശകലം നൽകിയാണ് ഇപ്രകാരം ഒരു സാധനം പടച്ചുവിട്ടത്. പിന്നീട് അതിനുശേഷം ആ ശബ്ദശകലങ്ങളെ കഷണങ്ങളാക്കി കൈയിൽ വെച്ച് തനിക്കും പിണറായി വിജയനും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എടുത്ത് വാരി വിതറുവാനുള്ള ഒരു ടൂളാക്കി ഇയാൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാനുള്ള പദ്ധതിയായിരുന്നു ഇത്. അങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുമ്പോഴാണ് ഇടതുപക്ഷത്തിന് ശബരിമലയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ KC വേണുഗോപാൽ തിരികെ എടുക്കുമെന്ന ഒരു പ്രതീതി ഉണ്ടായത്. ആ അവസരത്തിൽ അയാൾ രണ്ടും കൽപ്പിച്ച് ഈ സ്ത്രീയെ ഇപ്പോൾ കളത്തിലിറക്കിയിരിക്കുകയാണ്. പണ്ട് സരിതയെ ഇറക്കിയതുപോലെ തന്നെ ഇപ്പോൾ ഇതാ വീണ്ടും 2026 ആ തുടർഭരണം പിണറായി വിജയന് ഉറപ്പിക്കുവാൻ ഇതാ ഈ നരാധമൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇപ്രകാരം ഒരു ആരോപണം സ്വന്തം പാർട്ടിയിലെ തൻ്റെ യുവനേതാവിനെതിരെ ഇപ്രകാരം ആസൂത്രണം ചെയ്ത് വിടുമ്പോൾ ഇയാൾക്കറിയാം അത് രാഹുലിനല്ല പ്രശ്നമുണ്ടാക്കുന്നത്, പാർട്ടിയെ തന്നെ തകർക്കും എന്ന് ഇയാൾക്ക് ഉറപ്പുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുമ്പോഴും മലയാള മനോരമയുടെ ഹോർത്തൂസ്, അതുപോലെ തന്നെ ഇയാൾ വിളിക്കുന്ന പത്രസമ്മേളനത്തിലൊക്കെ വന്നിരുന്ന ഇയാൾ വലിയ എൻ്റെ നിലപാട് ശരിയായിരുന്നു എന്ന് സ്റ്റാമ്പ് ചെയ്യുവാനുള്ള ശ്രമങ്ങളാണ് ഇയാൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇയാളുടെ രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ അന്ന് എടുത്ത നിലപാട് ശരിയാണ് എന്ന ഇയാൾ ആവർത്തിച്ച് പറഞ്ഞ് ആ നിലപാട് ശരിയാണെന്ന് ഉറപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കണം, ഈ നിമിഷം വരെ ആരോപണമല്ലാതെ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തിന് അവനെ കൊല്ലുവാനുള്ള സകല സംവിധാനങ്ങൾ വിട്ടുകൊടുത്തിട്ട് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇയാൾ പറയുന്നു എൻ്റെ നിലപാടായിരുന്നു ശരി, എൻ്റെ ബോധ്യമാണ് ശരി എന്ന് പറയുമ്പോഴും എന്ത് ബോധ്യം? ഇയാളുടെ കയ്യിൽ ഇയാൾക്കറിയാം ഇപ്രകാരം ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അവരെ തപ്പിപ്പിടിച്ച് ആ യുവതി ഇവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി അവരെ കയ്യിലെടുത്ത് ആ ഡീലിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ കേരളം തിരിച്ചറിയും. അവരെ വിലക്കെടുത്ത് അതൊരു BJP നേതാവിൻ്റെ ഭാര്യയായിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടുകൂടി BJPക്കാർക്ക് ഏതാണ്ട് അടക്കമായി. BJP നേതാക്കന്മാർക്ക് ഇല്ലാത്ത ഏതോ ഒരു സാധനം രാഹുലിനുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അവർ പോയത് എന്ന തരത്തിലുള്ള സംസാരം വന്നു കഴിഞ്ഞപ്പോൾ നാണം കെട്ട് അവരാരും ഇപ്പോൾ മിണ്ടുന്നില്ല. അതുപോലെ ഈ കേക്കച്ചൻ ഈ വിഷയം ട്രിഗർ ചെയ്യുവാൻ ഉപയോഗിച്ചത് ആരാണ്? ഒരു CPM നേതാവിൻ്റെ മകളും ഇവൻ കേക്ക് നക്കാൻ പോകുന്ന ഇവൻ്റെ കൂട്ടുകാരിയുമാരാണ്, ഒരു CPM സഹയാത്രികയാണ്. അപ്പോൾ ഈ കേക്കച്ചൻ ആരാണ് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവൻ ഒരേ സമയം തന്നെ ഇടതുപക്ഷത്തെയും BJPയും പ്രീണിപ്പിച്ചാണ് ഈ കഴിഞ്ഞ 25 കൊല്ലം ഇവൻ്റെ മണ്ഡലം ഇവൻ നിലനിർത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവനെ നിലനിർത്തേണ്ടുന്നത്, ഇവനെ കോൺഗ്രസിൽ ഒരു ചാരനായി ഇതിനെ നശിപ്പിക്കുവാൻ, ഈ പാർട്ടി രക്ഷപ്പെടാതിരിക്കുവാൻ നിലനിർത്തിപ്പോകേണ്ടത് BJPയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ ഓരോ തവണയും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ആരും അറിയാത്ത വെറും കിണകളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇവനെതിരെ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ 25 കൊല്ലം ഇയാൾ ആ മണ്ഡലം നിലനിർത്തി വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഈ കള്ളക്കപ്പട്ടുമായി ഇവൻ സൈഡ് വാരം പോയത് നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ രാഹുൽ വിഷയത്തോടു കൂടിയാണ് ഇയാളുടെ തനി സ്വരൂപം കേരളം മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ കേക്കച്ചൻ ഈ പണിയെല്ലാം നടത്തി വന്നിരുന്ന് ന്യായീകരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പറഞ്ഞ
രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കടുത്ത സൈബർ ആക്രമണം, ഇതെല്ലാം കോൺഗ്രസ് ഹാൻഡിലുകളാണ്. ഇതൊക്കെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയ പാർട്ടി CPM ആണ്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ എല്ലാം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ, വാസ്തവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്രമാത്രം സൈബർ ആക്രമണങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി CPM ഹാൻഡിലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CPM ഹാൻഡിലുകൾ നടത്തുന്ന എത്രയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ ഒരു സംവിധാനം, ഇത് CPM ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നാണ് ഈ ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത്തരം ഒരു പ്രചരണം ഉണ്ടാവില്ല. ഈ ഔദ്യോഗികമുണ്ടല്ലോ, ഈ കോൺഗ്രസിന് ഇതിനെ പ്രത്യേകിച്ച് രാഹുലിനെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ചെയ്യുന്നവരോട് നിങ്ങൾ പോയി ചോദിക്കും. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആര് ചെയ്താലും ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഹാൻഡിലൊന്നും ഒരു കാര്യവും ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ചെയ്താൽ ഞങ്ങൾ നടപടിയെടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയണതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും. ഐ ഹാവ് നോ കമൻസ്. ഞങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ളൊരു പാർട്ടി വേറെ ഏതുണ്ട്? രാഹുൽ വിഷയത്തിൽ തൻ്റെ നിലപാട് ശരിയാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുവാൻ വേണ്ടിയാണ് ഇയാൾ ഇപ്പോൾ കൂടെ മാധ്യമങ്ങളെ കാണുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മറ്റൊരു വിഷയത്തിൽ ആരംഭിക്കും, എന്നിട്ട് ഇടയ്ക്ക് ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ശബരിമല വിഷയം ചെറുതായി പരാമർശിച്ച് പോവുകയും ചെയ്യും. ഇയാൾ വന്നിരിക്കുമ്പോൾ ഇയാളുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെ കൊണ്ട് ഇയാളുടെ പ്രസ് സെക്രട്ടറി, ഇയാളുടെ PR ഏജൻസി ഇയാൾക്ക് വേണ്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കും. ആ ക്യൂ അനുസരിച്ച് അവർ ചോദ്യങ്ങൾ ചോദിക്കും, ഇയാൾ മറുപടി പറഞ്ഞു പോകും. ഇയാളുടെ PR പരിപാടിയാണ് ഈ നടക്കുന്നത്. രാഹുലിനെതിരെ ഇത്രയും മൃഗീയമായ നടപടിയെടുക്കുകയും രാഹുലിനെ തേജോവധം ചെയ്യുകയും കേരളത്തിലെ സ്ത്രീകളുടെ സംരക്ഷകനുമായി അവരോധിച്ച ഈ കേക്കച്ചൻ ആരാണ് എന്ന് പറവൂർ താരകേശന്റെ ഭാര്യ താരകപ്പെണ്ണ് പറയുന്നത് നമ്മൾ എന്നും കേൾക്കണം. ഈ കേക്കച്ചൻ എവിടൊക്കെ ചെല്ലുന്നോ, ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്ന ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഇത് പുറത്തേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, ആളുകളുമായി പങ്കുവെക്കുക. ഇവനാണ് രാഹുലിനെതിരെ വിചാരണ നടത്തുന്നത്, രാഹുലിനെതിരെ നടപടിയെടുക്കുവാൻ നിൽക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ ഇപ്പോൾ സ്വാധീനിച്ച് എവിടെയോ മുക്കിക്കളഞ്ഞു. ഇവരുടെ ഭർത്താവായ താരകേശനെ മദ്യം കൊഴുത്തും മയക്കിയിട്ട് ആ കാറിൽ തന്നെ അവരെ പാർട്ടി ഓഫീസിലോട്ട് കൊണ്ടുപോയി ഇയാൾ ചെയ്ത വിക്രിയകൾ അവർ തന്നെ വിവരിക്കുന്നുണ്ട്. അന്ന് വന്നപ്പം ഇവൻ്റെ നിക്കറിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ആ കേക്കച്ചനാണ് ഇന്നിരുന്ന് ഈ ഫേഷ്യലൊക്കെ നടത്തി ഇവൻ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. ഈ സത്യം വിളിച്ചു പറഞ്ഞ PS രാജേന്ദ്ര പ്രസാദ് എന്ന എറണാകുളം മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയെ ഇവൻ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് അവർ തലക്കടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു. പോലീസ് അന്വേഷണത്തിൽ ഇവൻ്റെ കൂട്ടുകാരിയായ പറവൂർ ജയന്തിയുടെ ഗുണ്ടകളാണെന്ന് കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞു. അതിൽ ഒരെണ്ണത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. ആ പണിയെല്ലാം ചെയ്തിട്ടാണ് ഇവൻ വന്ന് ഈ വാചകം അടിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആ താരകപ്പണ്ഡിന്റെ ഇവനെക്കുറിച്ചുള്ള അഭിപ്രായം, നമ്മുടെ MLA VD സതീശനില്ലേ, പരമനാറി, അവനിപ്പോഴല്ലേ MLA ഇത് അവനെ താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശ്യെന്ന് വിളിച്ച് ഈ കുണക്ക് എന്തധികാരം എന്നെ വേശ്യെന്ന് വിളിക്കാൻ. ഇവൻ നേതാവ് അവിടേന് മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. സ്റ്റഡി അണ്ടർയോർ കീറി വന്നവനെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെയും ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയനായി കഴിഞ്ഞപ്പോ അവൻ കൊള്ളൂലാത്തവനായി. ഇവനെന്തു മാനിയനെന്നാണ് പറയണ ഈ രമേശൻ കുറുപ്പ്. രമേശൻ കുറുപ്പ് പരമനാറി ചേറ്റ. അവനും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു. ഇപ്പൊ അമ്മമാര് നല്ല മാന്യനായിട്ട് ആ താരകന്റെ കയ്യിലും കൊടുത്ത പുണ്ണകട്. അവനിപ്പോ വലിയ ആളാ വീണ, വലിയ പറൂര് കുറെ ഊളാച്ചി കാര്യത്തികളുണ്ട്, നായരിച്ചികൾ. ഇവിളൊക്കെയാണ് ഇവനെ പണ്ണാൻ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇവിളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കണത്. എടാ നിനക്കൊക്കെ നാണൂലേടാ, നീയൊക്കെ MLA ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേടാ പുണ്ണകളെ നീയൊക്കെ കയറിയത്. ഇപ്പൊ നീയൊക്കെ വലിയ ആളായി നാറികളെ. ഇപ്പൊ അവൻ കൊള്ളൂല, താരകം കൊള്ളൂലാത്തവൻ. അവൻ വെള്ളോടി. നീയൊക്കെ വെള്ളവും അടിക്കണത് പെണ്ണു കൊടുത്തവും ഉണ്ട്. MLA ഓഫീസിൽ പെണ്ണ് പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പണ്ണണതും എല്ലാവർക്കും അറിയാടാ കൂറന്മാരെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടല്ലോ,
താരകപ്പെണ്ണിന്റെ വാക്കുകൾ കേട്ടല്ലോ, ഇവനാണ് യഥാർത്ഥത്തിൽ നെട്ടൂർ കെ കച്ചൻ. ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനിൽ നിന്ന്, ഈ താരകപ്പെണ്ണ് പറഞ്ഞ അത്തരം പ്രവർത്തകളിൽ നിന്ന് ഇവനിപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്നാണ് രാഹുലിനെ പോലെയുള്ള മിടുക്കന്മാരായുള്ള നേതാക്കന്മാരെ ഇവൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇവൻ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനാണ് എന്ന തരത്തിൽ നിന്നും മാനസികമായി ഇവൻ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ വീണ്ടും പറയുന്നു, ഇവനെ നേരിടേണ്ടത് ചൂലുകൊണ്ടല്ല, ചൂണ്ടുവിരൽ കൊണ്ടാണ്. അതുകൊണ്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവന്റെ സകല സ്ഥാനാർത്ഥികളെയും കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വിധത്തിൽ പരാജയപ്പെടുത്തുക. രാഹുലിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ച, ഉമ്മൻചാണ്ടിയെ തീർത്ത് കളഞ്ഞ ഈ രാഷ്ട്രീയ കേരളത്തിന്റെ ശാപമായ ഇവനെ ഒതുക്കുവാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏക കാര്യം ചൂലുകൊണ്ടല്ല, ഈ ചൂണ്ടുവിരൽ കൊണ്ടാണ്. മറക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.